அருட்பெருஞ்சோதி தனிப்பெருங்கருணை தனிப்பெருங்கருணை അരുട്പെരുംസോതി. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു ആത്മീയ ഗുരുവിനെ കുറിച്ച് നോക്കാം. നമ്മുടെ കേരളത്തിൽ ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു, ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, അങ്ങനെയുള്ള ചില ആത്മീയ ഗുരുക്കൾ പോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു സ്പെഷ്യലായ പ്രശസ്തവും ഇന്നത്തെ കാലത്ത് നിറയെ ഗുരുക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് മൂലം ഫോളോ ചെയ്യുന്ന ഒരു പുണ്യാത്മാവുണ്ട്. അദ്ദേഹമാണ് ശ്രീ രാമലിംഗ വള്ളലാർ. അദ്ദേഹം ജനിച്ചത് 1823 ഒക്ടോബർ 5 ചിദംബരത്തിനടുത്തുള്ള മരുതൂർ എന്ന സ്ഥലത്താണ്. ചെറുപ്പകാലം തൊട്ട് തന്നെ ആത്മീയമായ പല അനുഭൂതികളും അനുഭവങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും അത് പിന്നീട് അദ്ദേഹം സാമൂഹികമായ കാര്യങ്ങളിൽ അദ്ദേഹത്തെ ആ ആത്മീയ ജ്ഞാനം പലർക്കും പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന മുഖ്യമായ ഒരു ധർമ്മം എന്ന് പറയുന്നത് ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരോടും അതേപോലെ തന്നെ എല്ലാ ജീവികളോടും നമ്മൾ ജീവകാരുണ്യം കാണിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഹൃദയം ജീവകാരുണ്യത്തിൽ നിറയണമെന്നും സർവവ്യാപിയായ ഈശ്വരൻ നമ്മുടെ കാരുണ്യം കണ്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ തുടങ്ങുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം സമരസ വേദ സന്മാർഗ സംഘം എന്നൊരു ധർമ്മസ്ഥാപനം ആരംഭിക്കുകയും ദരിദ്രർക്കും ദീനർക്കും വേണ്ടി അദ്ദേഹം പല സഹായങ്ങളും അതിലൂടെ ചെയ്യുകയും വിശന്നു വരുന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന രീതിയിലുള്ള പദ്ധതികളെല്ലാം ചെയ്തു വെക്കുകയും ചെയ്തു. അവിടെയുള്ള ആശ്രമത്തിൽ ഇപ്പോഴും 24 മണിക്കൂർ എപ്പോൾ പോയാലും ഭക്ഷണം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അവിടുത്തെ അടുപ്പിലെ തീയെ അണയാതെ എപ്പോഴും ഭക്ഷണം പാകമായിക്കൊണ്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം എല്ലാവരും ചെയ്യണമെന്നും ആ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താൻ ഇപ്പോൾ തൃപ്തനല്ല എന്നും തീർച്ചയായും ഇനിയും ഞാൻ ജനിച്ചു വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആശ്രമത്തിലെ ഒരു മുഖ്യമായ ഒരു മുറിയിൽ കതകടച്ച് അകത്തു പോകുകയാണ് ഉണ്ടായത്. പിന്നീട് ശിഷ്യന്മാർ വന്ന് തുറന്നു നോക്കിയപ്പോൾ ശരീരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രകാരം നമ്മുടെ ദൈവം എന്നുള്ളത് ജ്യോതിയാണെന്നും ആ ജ്യോതിയിൽ അദ്ദേഹം ലയിച്ചു എന്നുമാണ് അവരുടെ ശിഷ്യന്മാർ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും വന്നു ജനിക്കുമെന്നും ആരെല്ലാം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ജ്യോതിയെ ദർശനം ചെയ്യുന്നുവോ അവരുടെ ഹൃദയത്തിലെല്ലാം അദ്ദേഹം വരുമെന്നും അവരുടെ ഹൃദയത്തിൽ ആ ദൈവിക ചൈതന്യത്തെ ഉണർത്തുമെന്നുമാണ് അരുളപ്പാട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.